എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എനർജി കൺസർവേഷനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. നമ്മൾ കുറച്ച് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പ്രോബ്ലത്തിൽ എന്താണ് മനസ്സിലാക്കിയത്? മുകളിലുണ്ടായിരുന്ന ഒരു ബോൾ, അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. അത് താഴേക്ക് വന്നപ്പോൾ, അതിന്റെ ഏറ്റവും താഴെ എത്തിയപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പൂർണ്ണമായിട്ട് എന്തായി? അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കണ്ടു. ഇതിൽ ചോദിച്ചത് കുറേ ഫോംസ് ഓഫ് എനർജി ഉണ്ട് അല്ലേ? ക്യാൻ ഓൾ ഫോംസ് ഓഫ് എനർജി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്നാണ്. എനർജിയുടെ എല്ലാ ഫോംസും ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ? യെസ്, എനർജിയുടെ ഫോംസ് കൺവേർട്ട് ചെയ്യാൻ കഴിയും നമുക്ക്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മൾ വി ക്യാൻ ലൈറ്റ് എ ബൾബ് യൂസിങ് ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് അതായത് ബൾബ് ലൈറ്റ് ചെയ്യാൻ കഴിയും, പ്രകാശിപ്പിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഇലക്ട്രിസിറ്റി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു അല്ലേ? ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഡോൺ വി പമ്പ് വാട്ടർ യൂസിങ് എ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വാട്ടർ പമ്പ് ചെയ്യാറുണ്ട് അല്ലെ? വെള്ളം അടിക്കാറുണ്ട്. അപ്പൊ എന്താണ്? ഇലക്ട്രിക് മോട്ടോർ പമ്പ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് ആ വാട്ടറിന് ചലിക്കാൻ ആവശ്യമായ ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കുന്നു അല്ലെ? കൈനറ്റിക് എനർജി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. We see that in our daily life, energy can be converted from one form to another. Don't we use a variety of machines to make it easier? അതായത് നമ്മൾ ഇങ്ങനെ എനർജി കൺവേർഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ മെഷീൻസ് ഉപയോഗിക്കാറില്ലേ? അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് സം മെഷീൻസ് ആൻഡ് എനർജി കൺവേർഷൻ ഇൻ ദം. ഒന്ന് പറഞ്ഞു, ഇലക്ട്രിക് മോട്ടോർ എന്താണ്? ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് ആ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഓക്കെ. ഫാൻ പറയാലോ, ഫാനിൽ ഇലക്ട്രിക് മോട്ടോറല്ലേ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ഫാൻ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നു, ഫാൻ കറങ്ങുന്നു. പെട്രോൾ കാറാണെങ്കിലോ, പെട്രോളിലൊക്കെ അടങ്ങിയിട്ടുള്ള കെമിക്കൽ എനർജിയെ ആ വാഹനത്തിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നു. ഓക്കെ, കെമിക്കൽ എനർജി ടു കൈനറ്റിക് എനർജി. പിന്നെ ജനറേറ്റർ ആണെങ്കിലോ, ജനറേറ്ററിന്റെ ആ റോട്ടർ കറങ്ങുമ്പോൾ ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ഒരു ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്നു വിചാരിച്ചോ, അപ്പൊ അവിടെ ഒരു ടർബൈൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ശക്തിയിൽ ടർബൈൻ കറങ്ങുന്നു, അങ്ങനെ ജനറേറ്റർ കറങ്ങുന്നു, അങ്ങനെ എന്തായി? ഇലക്ട്രിക് എനർജി ഉണ്ടായി. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചാൽ മതി. ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നു. റേഡിയോ ആണെങ്കിലോ, റേഡിയോ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു സൗണ്ട് എനർജി അല്ലെ? അതായത് റേഡിയോ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് അതെന്തായി? അത് സൗണ്ട് എനർജി, ശബ്ദോർജ്ജമാക്കിയിട്ട് മാറ്റുന്നു. യു ആർ ഫെമിലിയർ വിത്ത് വേരിയസ് ടൈപ്സ് ഓഫ് ടോയ്സ്. കുറെ ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ എനർജി കൺവേർഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് എന്നാണ്. അതായത് ഈ ടോയ്സിലൊക്കെ എങ്ങനെയാണ് എനർജി കൺവേർഷൻ ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബാറ്ററി കാർ, ആ ബാറ്ററിയിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ എനർജി എന്തായി? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ആ ഇലക്ട്രിക്കൽ എനർജി പിന്നീട് ആ വാഹനത്തിന്റെ, ആ ടോയ് കാറിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ബലൂൺ ടോയ് കാർ കൊണ്ടോളൂ. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണുള്ളത്. ഒരു ബോട്ടിൽ കൊണ്ട് ഒരു ടോയ് കാർ ആക്കിയിട്ടുണ്ട്. മുകളിൽ ഒരു സ്ട്രോ ഒക്കെ വെച്ചിട്ടുണ്ട്. സ്ട്രോയുടെ അറ്റത്ത് ഒരു ബലൂണ് എന്താണ് അവിടെ ഒരു ബലൂണ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ കണ്ടോ, ലെറ്റ്സ് മേക്ക് എ ബലൂൺ ടോയ് കാർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇങ്ങനെ ഒരു ബലൂൺ ടോയ് കാർ ഉണ്ടാക്കാം. ഹൗ ഡസ് ദ ബലൂൺ ഗെറ്റ് ദ റിക്വയർഡ് എനർജി ഓർ ഫോഴ്സ് ടു മൂവ് ദ ടോയ് കാർ? അതായത് ഈ ബലൂണിന് എങ്ങനെയാണ് ഈ ഒരു ടോയ് കാറിന് മൂവ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് എന്നാണ്. അപ്പൊ ഈ ബലൂണിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഔട്ട്ഫ്ലോ ഓഫ് എനർജി ഉണ്ടാകുമ്പോൾ, ഔട്ട്ഫ്ലോ ഓഫ് എയർ ഉണ്ടാകുമ്പോൾ, അതായത് ഇതിൽ നിന്ന് എയർ ഔട്ട്ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഔട്ട്ഫ്ലോ ഓഫ് എയർ കോസസ് ദ മോഷൻ ഓഫ് ദ ടോയ് കാർ. ഈ എയറിന്റെ ഔട്ട്ഫ്ലോ ആണ് ഈ ടോയ് കാറിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ ആ ഒരു ഫോഴ്സ് നൽകുന്നത്. നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതായത് തോണി എന്താണ്, തോണിയൊക്കെ പിന്നോട്ട് തുഴയുമ്പോൾ ആ ഒരു ഫോഴ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് തോണിക്ക് മുന്നോട്ട് ചലിക്കാനാകുന്നു, പിന്നോട്ട് തുഴയുമ്പോൾ മുന്നോട്ട് ചലിക്കാനാകുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത്. ഈ ടോയ് കാറിന് എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? ടോയ് കാറിന് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിനാണ് മനസ്സിലാകട്ടെ. ഇത് ദ ഔട്ട്ഫ്ലോ ഓഫ് എയർ കോസസ് ദ മോഷൻ ഓഫ് ദ ടോയ് കാർ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ. പിറകോട്ട് എയർ ഫ്ലോ ഉണ്ടാകുമ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ഈ ബോട്ടിൽ മുന്നോട്ടൊരു ഫോഴ്സ് കിട്ടുന്നു. ഓക്കെ, ഹൗ ഡസ് ദ ബലൂൺ ഗെറ്റ് ദ റിക്വയർഡ് എനർജി പറഞ്ഞാൽ ഈ ബലൂണിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായി? ഇതിന്റെ കൈനറ്റിക് എനർജി ആയി പിറകിലോട്ട്. പിന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ചിട്ട് ആ ഒരു
ഫോഴ്സ് പിറകോട്ട് ഉള്ളതുകൊണ്ട് ഇതിൽ മുന്നോട്ടൊരു ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നു. അങ്ങനെ ഈ കാറ് മുന്നോട്ട് ചലിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ റബ്ബർ ഓഫ് ദ ബലൂൺ വെൻ ഇറ്റ് ഈസ് ഇൻഫ്ലാറ്റഡ്? അതായത് ഈ ബലൂൺ വീർപ്പിച്ചപ്പോൾ എന്ത് മാറ്റമാണ് റബ്ബറിന് ഉണ്ടാകുന്നത്? നമുക്ക് പറയാം, ദ കോൺഫിഗറേഷൻ ഓഫ് ദ റബ്ബർ ഈസ് ചേഞ്ച്ഡ് അറിയാം അല്ലേ? നമ്മൾ കുറച്ച് നേരത്തെ ഒരു ബോ ആൻഡ് ആരോയുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ? അതിൽ ബോ അതിന്റെ സ്ട്രിങ്ങിനെ വലിച്ചു പിടിച്ചപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ മാറിയതല്ലേ പറഞ്ഞത്? ഓക്കെ, ആ ഒരു എനർജി കൊണ്ടാണ് ഈ ആരോ മുന്നോട്ട് പോകുന്നത് എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ ബലൂൺ വീർപ്പിച്ചു, ബലൂൺ സ്ട്രെച്ച് ചെയ്തു. നമുക്കറിയാം ദ കോൺഫിഗറേഷൻ ഓഫ് ദ ബലൂൺ ഈസ് ഓഫ് ദ റബ്ബർ ഈസ് ചേഞ്ച്ഡ് അറിയാം. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് പൊസസ്ഡ് ബൈ ആൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ? അതിന്റെ കോൺഫിഗറേഷൻ ആണ് മാറിയത് അല്ലേ? അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടായത്. വാട്ട് ചേഞ്ച് ഇൻ എനർജി ഒക്കേഴ്സ് വെൻ ദ കാർ മൂവ്സ്? കാർ മൂവ് ചെയ്യുമ്പോൾ എന്ത് എനർജി ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? അതിലെ പൊട്ടൻഷ്യൽ എനർജി മൂവ് ചെയ്യുമ്പോൾ എനർജി എന്താണ്? കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി ആയിട്ട് മാറി. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബലൂൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ടോയ് കാർ. പിന്നെ പറഞ്ഞൊരു ഇങ്ങനൊരു ടോയ് കാർ നിർമ്മിക്കുക. വാട്ട് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് റിക്വയർഡ് ടു മേക്ക് ദ ടോയ് കാർ ബെറ്റർ? അതായത് മേക്ക് യുവർ ടോയ് കാർ ബെറ്റർ. ഒരു നല്ല ടോയ് കാർ ആവണമെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ അതിന് വേണം? എസെൻഷ്യൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് അതിന് വേണമെന്നാണ്. ഒന്ന് പറഞ്ഞാൽ സ്ട്രോ എന്താണ്? ഷുഡ് ബി ഫേസ്ഡ് ഡയറക്ട്ലി ബാക്ക്വേർഡ്സ്. ആ സ്ട്രോ കറക്റ്റ് ആയിട്ട് ബാക്കിലോട്ട് തന്നെ വേണം അല്ലേ? അപ്പോഴാണ് സുഖമായിട്ട് വണ്ടി മുന്നോട്ട് ചലിക്കുന്നത്. അപ്പോൾ ദ സ്ട്രോ ഷുഡ് ബി ഫേസ്ഡ് ഡയറക്ട്ലി ബാക്ക്വേർഡ്സ്. പിന്നെ എന്ത് പറയാ? ബലൂൺ നല്ലൊരു ബലൂൺ ആയിരിക്കണം. ആ ബലൂൺ നന്നായിട്ട് ഇൻഫ്ലാറ്റഡ് ആയിരിക്കണം, നന്നായിട്ട് വീർപ്പിച്ചാവണം. ദ ബലൂൺ ഷുഡ് ബി ഇൻഫ്ലാറ്റഡ് മോർ. അതായത് പരമാവധി വീർപ്പിച്ച ബലൂൺ ആവണം. പിന്നെ പറഞ്ഞത് കമ്പയർ ദ മെറിറ്റ്സ് ഓഫ് യുവർ കാർ വിത്ത് ദോസ് ഓഫ് അതേഴ്സ്. നിങ്ങളുടെ കാറിന് എന്തൊക്കെ മെറിറ്റ്സ്, ഗുണങ്ങളുണ്ട് മറ്റുള്ളവരുടെ കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാണ്. ഓക്കെ, ഡസ് ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി ഡിക്രീസ് ഡ്യൂറിങ് എനർജി ട്രാൻസ്ഫോർമേഷൻ? അതായത് കുറച്ച് എനർജി, ഓക്കെ, ഒരു ഫോമിലുള്ള എനർജിയെ നമ്മൾ എന്തായി മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ അളവിൽ, ആ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുന്നുണ്ടോ എന്നാണ്. ഓക്കെ, എന്താണ് അതിന്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുന്നുണ്ടോ? കുറവ് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി വന്നത്. അതായത് എനർജി കൺസർവ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അതിനർത്ഥം ഡസ് ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി ഡിക്രീസ് ഡ്യൂറിങ് എനർജി കൺവേർഷൻ. ഓക്കെ, ഇപ്പൊ എനർജി കൺവേർഷന്റെ സമയത്ത് ഡിക്രീസ് ഓഫ് എനർജി ക്വാണ്ടിറ്റി വരുന്നുണ്ടോ പറഞ്ഞാൽ എന്താ ഉത്തരം? നോ അല്ലെ? നോ. ഓക്കെ, നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞാൽ ഊർജം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് ഊർജ സംരക്ഷണ നിയമം. ഇവിടെ കണ്ടോ, ഹാവ് യു നോട്ടീസ്ഡ് ദ പൈലിംഗ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ബ്രിഡ്ജസ് ഫോർ ബേസ്മെന്റ് റീഇൻഫോഴ്സ്മെന്റ്? അതായത് നല്ല സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പൈലിംഗ് പ്രോസസ്സ് നടത്താറുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു വലിയ യന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് മുകളിൽ ശക്തിയായിട്ട് ഇടിക്കും. അങ്ങനെ വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ ശക്തിയായ ഒരു അടിത്തറ ഉണ്ടാക്കുന്നു അല്ലേ? എ പിറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ പവർഫുൾ ഹാമർ ഫോഴ്സ് ഫ്രം ദ മെഷീൻ ഹിറ്റിംഗ് ദ പൈൽ. ഒരു കുഴി ഉണ്ടാക്കപ്പെടുന്നു ഈ ഹാമർ ഫോഴ്സിന് ഇവിടെ ഇടിക്കുന്നത് കൊണ്ട് അല്ലെ? ഈ ചിത്രം നോക്കിയിട്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹാമർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് വെൻ ദ ഹാമർ ഈസ് അറ്റ് എ ഹൈറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഒരു ഹാമർ 10 മീറ്റർ ഹൈറ്റിലായിരിക്കുമ്പോൾ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് നോക്കുന്നത് അല്ലെ? മാസ് ഓഫ് ഹാമർ തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. പിന്നെയോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഹൈറ്റ് ഇവിടെ എത്ര തന്നിട്ടില്ല? 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നമുക്ക് അറിയാലോ. ഈ പി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. m1000 മൾട്ടിപ്ലൈഡ് ബൈ 9.8 മൾട്ടിപ്ലൈഡ് ബൈ 10. അപ്പൊ എത്രയായി? 9.8. പിന്നെ ഇവിടെ 1 2 3 4 പൂജ്യം ഉണ്ടല്ലേ? ഇവിടെ 3 പൂജ്യം, ഇവിടെ ഒരു പൂജ്യം. ഓക്കെ, അപ്പൊ 9.8ന്റെ ഒരു പൂജ്യം കൊണ്ട് ഗുണിച്ചപ്പോൾ, അതൊരു 10 കൊണ്ട് ഗുണിച്ചപ്പോൾ ഈ പോയിന്റ് ഇവിടുന്ന് മാറി. പിന്നെ എത്രയാണ്? 98. അപ്പൊ എത്ര? 98. ഇതാണ് 9.8നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ പോയിന്റ് ഇവിടുന്ന് മാറിയിട്ട് 98 ആയി. പിന്നെ എന്താണ്? 3 പൂജ്യമുള്ള 1000 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 3 പൂജ്യം എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ 98,000 ജൂൾ. ഇതാണ് ആൻസർ. പൊട്ടൻഷ്യൽ എനർജി ടോപ്പിൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയായിരുന്നു? 98,000 ജൂൾ ആയിരുന്നു. മുകളിൽ ഈ ഹാമർ ഇടിക്കുന്ന ഒരു അവസരമല്ല, മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടൊരു അവസരമാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതാ പറഞ്ഞത് ദ ഹാമർ ഹാസ് നോ കൈനറ്റിക് എനർജി
അറ്റ് ദ ഇനിഷ്യൽ പൊസിഷൻ, ആ തുടക്കത്തിലുള്ള ആ പൊസിഷൻ, ആദ്യ സ്ഥാനത്ത് അതിന് കൈനറ്റിക് എനർജി ഇല്ല, അതിന് മോഷൻ ഇല്ല. സിൻസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ മോഷൻ, അത് ചലിക്കാത്തത് കൊണ്ട് അവിടെ അതിന് കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ ടോട്ടൽ എനർജി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 98,000 ജൂൾ പ്ലസ് 0 ജൂൾ, ദാറ്റ് ഈസ് 98,000 ജൂൾ. ഇത് കണ്ടോ? ഇനി പറയുന്നത് കേട്ടോ, ഹാസ് ദ ഹാമർ വെൻ ദ ഹാമർ സ്ട്രൈക്സ് ദ പൈൽ, അവിടെ ഇടിക്കുന്ന സമയത്ത് ആ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നു. നൗ ലെറ്റ്സ് കൺസിഡർ, നമ്മൾ എന്ത് പരിഗണിക്കുന്നു? ലെറ്റ്സ് കൺസിഡർ ദ ടോപ്പ് എൻഡ് ഓഫ് ദ പൈൽ റീച്ചിങ് ദ ഗ്രൗണ്ട് ലെവൽ, ആ മുകളിലുള്ള ടോപ്പ് എൻഡ് ഏറ്റവും താഴെ ആ തറ ലെവലിലേക്ക് എത്തിയ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു. ഓക്കെ, ഇവിടെ എത്തിയ ഒരു എക്സാമ്പിൾ പറയുന്നു. റീച്ചിങ് ദ ഗ്രൗണ്ട് ലെവൽ വെൻ ദ ഹാമർ ടച്ചസ് ദ പൈൽ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ, ഇവിടെ ആയിട്ട് ഹാമർ അതിനെ ടച്ച് ചെയ്യുമ്പോൾ, ഇത് ഇവിടത്തേക്ക് എത്തിയപ്പോ the velocity with which the hammer hits the pile is maximum, ഇവിടെ തൂക്കിയിട്ട് ഈ ഹാമർ ശക്തിയായിട്ട് താഴേക്ക് വീഴുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ മാക്സിമം വെലോസിറ്റി, അതിന്റെ മാക്സിമം സ്പീഡ് എത്തി അടിയിലെത്തിയപ്പോൾ. അപ്പൊ അങ്ങനെ മാക്സിമം വെലോസിറ്റി എത്തിയാൽ മാക്സിമം മോഷൻ ആയില്ലേ അതിന്, അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജി എന്തായി? മാക്സിമം ആയി എന്ന് പറയാം അല്ലെ. കണ്ടോ, കൈനറ്റിക് എനർജി തന്നെ ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ വി മാക്സിമം ആകുമ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ മാക്സിമം ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി നമുക്കറിയാം, ഏറ്റവും താഴെയുള്ള കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. എം നമുക്കറിയാം, വി എത്രയാണെന്ന് അറിയണം അല്ലെ. അത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാം അല്ലെ. നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെയോ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇക്വേഷൻസ് ഓഫ് മോഷൻ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഇവിടെ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ അല്ലെ, അവസാനം എത്തിയപ്പോൾ ഉള്ള വെലോസിറ്റിയുടെ സ്ക്വയർ. യു എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി, തുടക്കത്തിൽ എത്ര വെലോസിറ്റി ആണെന്നതാണ്. ഈ ഒരു കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി മുകളിൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ടാണ് എടുത്തത്. തുടക്കത്തിൽ 0, താഴേക്ക് എത്തുമ്പോൾ സ്പീഡ് കൂടുന്നു. പിന്നെ 2 പോലെ തന്നെ ഇവിടെ 2. എ എന്ന് വെച്ചാൽ എന്താണ്? ആക്സലറേഷൻ. ഇവിടെ താഴോട്ട് സ്വതന്ത്രമായിട്ട് വീഴുന്ന പോലെ ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. അപ്പൊ എന്താണ്? ജി എന്ന് എഴുതാം. അത് എത്രയാണ്? 9.8. പിന്നെ എസ് എന്ന് വെച്ചാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നേരെ താഴേക്ക് വരുന്നു അല്ലെ. അപ്പൊ എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് തന്നെയല്ലേ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇത്ര ദൂരം താഴേക്ക് വന്നു. ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ആയിട്ട് എടുക്കാം, S2GH. ഇവിടെ കണ്ടോ, ഈ ഇക്വേഷനിൽ യു 0 ആണെന്ന് ഇട്ടു, ഇത് 0 ആയിട്ട് ഇട്ടു, ഇത് അവിടെ 0 ആയിട്ട് ഇട്ടു കണ്ടോ. പിന്നെ 2 മൾട്ടിപ്ലൈഡ് ബൈ ജി എത്രയാണ്? 9.8 മൾട്ടിപ്ലൈഡ് ബൈ എച്ച് എത്രയാണ്? ഹൈറ്റ് 10 മീറ്റർ. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അത് നമുക്ക് കിട്ടും 196 എന്ന് കിട്ടും. ഓക്കെ, 9.8 മൾട്ടിപ്ലൈ ബൈ 10 എത്രയാണ്? 98. അതിന് വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 196, 196. വി സ്ക്വയർ കിട്ടിയാലോ നമുക്ക്, എമ്മും അറിയാലോ. അങ്ങനെയാണ് ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ എം എത്രയാണ്? 1000 മൾട്ടിപ്ലൈഡ് ബൈ 196. ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഉണ്ടല്ലോ, കണ്ടോ, ഡിവൈഡഡ് ബൈ 2 ഇല്ലേ ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ്? 196 എത്ര 2 ഉണ്ട്? 196 എത്ര 2 ഉണ്ട്? 98 ആണല്ലേ, 98 ആണ്. അപ്പൊ ഇത് തടഞ്ഞിട്ട് 98 എന്ന് എഴുതാം. 2 എത്ര 2 ഉണ്ട്? 2 എത്ര 2 ഉണ്ട്? 1 അല്ലേ. ഓക്കെ, ഇനി എന്താണ്? 1000 മൾട്ടിപ്ലൈഡ് ബൈ ഈ 98 അല്ലേ. ഓക്കെ, അതാണ് 1000 മൾട്ടിപ്ലൈഡ് ബൈ 98 എഴുതിയത്. ഓക്കെ, അത്രയാണ് 98,000 ജൂൾ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അറിയുന്നത് ആ ഒരു രീതിയിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കും. ഓക്കെ, അവസാനം ഈ ഒരു ഇക്വേഷനിൽ ആൻസർ ഇത് കിട്ടിയാൽ മതി. ഓക്കെ, ഈ ആൻസർ കിട്ടുക എന്നതിനാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ അറിയുന്നത് അതുപോലെ ചെയ്തോളൂ. ഇനി കണ്ടോ, താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിച്ചു. ദ ടോട്ടൽ എനർജി ഓഫ് ദ ഹാമർ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ പൈൽ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഉയരത്തിൽ നിന്ന് ഹാമർ താഴേക്ക് വീണിട്ട് ഇവിടത്തേക്ക് പതിക്കുന്നു, ഗ്രൗണ്ടിലേക്ക് പതിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള ഇതിന്റെ ടോട്ടൽ എനർജി പറഞ്ഞാൽ ഇവിടെയുള്ള ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടെയുള്ള അതിന്റെ കൈനറ്റിക് എനർജി അല്ലേ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹാമർ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ പൈൽ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ, ജസ്റ്റ് മുട്ടുന്നതിന് മുമ്പുള്ള ആ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതേ സമയത്തുള്ള കൈനറ്റിക് എനർജിയാണ് ടോട്ടൽ എനർജി. ഓക്കെ, ഇവിടെ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ടോ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു
അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി. ഏറ്റവും താഴെയായിരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി EP is equal to mgh അല്ലേ? ഓക്കെ, ഇവിടെ h എന്ന് വെച്ചാൽ എന്താണ്? ഉയരമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ഏറ്റവും താഴെ എത്തിയപ്പോൾ ഈ mgh നമുക്ക് ഉയരം അളക്കാം. ഈ താഴെ തന്നെ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഉയരം ഇല്ലല്ലോ, 0 ആയിട്ടല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് mgh ഈ ഹൈറ്റ് എന്താണ്? ഇവിടെ ഇപ്പോ 0 ആണ്. ഇപ്പോഴത്തെ ഹൈറ്റ് എന്താണ്? 0 ആണ് താഴെ എത്തിയപ്പോൾ. അപ്പൊ mg മൾട്ടിപ്ലൈഡ് ബൈ 0 എന്നാൽ 0 തന്നെയാണ്. അപ്പൊ താഴെ എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ഓക്കെ, കൈനറ്റിക് എനർജി ഇപ്പൊ കണ്ടുപിടിച്ചതാണ് 98,000 ജൂൾ. 0 പ്ലസ് 98,000 ജൂൾ എത്രയാണ്? 98,000 ജൂൾ തന്നെയാണ്. അപ്പൊ താഴെയുള്ള ഏറ്റവും താഴത്തെ ഇപ്പോൾ ടോട്ടൽ എനർജി എന്നാൽ 98,000 ജൂളാണ് കിട്ടി. മുകളിലുള്ളപ്പോൾ ഉള്ള ടോട്ടൽ എനർജി 98,000 ജൂളാണ് നമുക്ക് കിട്ടിയിരുന്നു. കണ്ടോ? അപ്പൊ എന്താണ് മനസ്സിലാക്കിയത് ഇവിടെ? What conclusion can we draw from comparing the total energy when the hammer is at the top and the total energy at the instant of touching the ground? ഏറ്റവും മുകളിലായിരിക്കുമ്പോൾ ആ ടോട്ടൽ എനർജിയും ഏറ്റവും താഴെ എത്തിയപ്പോൾ ടോട്ടൽ എനർജി എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ബോത്ത് ആർ ഈക്വൽ. On comparing these, it is understood that one form of energy can be converted into another form without a loss of energy. അത് കൺവേർട്ട് ചെയ്യാം. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു, പക്ഷേ ലോസ് ഓഫ് എനർജി സംഭവിച്ചിട്ടില്ല. മുകളിൽ ഉണ്ടായപ്പോൾ അതേ ടോട്ടൽ എനർജി തന്നെയാണ് ഇപ്പോഴും കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എനർജി ആർ ക്ലിയർ ടു യു. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ എന്താണ് എനർജി? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ ഈ യെല്ലോ ബോക്സിൽ എഴുതി കൊടുക്കണം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് പുതിയതായിട്ട് ഉണ്ടാക്കാനോ ഉള്ളതിനെ നശിപ്പിക്കാനോ കഴിയില്ല. ബട്ട് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റാം വിത്തൗട്ട് ലോസ് ഓർ ഗെയിൻ ഓഫ് എനർജി. അതായത് എനർജി എക്സ്ട്രാ ഉണ്ടാവാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഉള്ള എനർജി അതേപോലെ ഉണ്ടാവണം, പക്ഷെ അതിന്റെ ഫോം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഇത് അങ്ങനെ തന്നെ പഠിച്ചോളൂ കേട്ടോ. എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഒരു ലൈൻ. ഓക്കെ, പിന്നെ എന്താണ്? പിന്നെ ഒരു ലൈൻ എന്താണ്? വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി വിത്തൗട്ട് ലോസ് ഓർ ഗെയിൻ ഓഫ് എനർജി. ഓക്കെ, ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് എനർജി? നമ്മൾ വർക്കിനെ കുറിച്ച് പഠിച്ചു, എനർജിയെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ തമ്മിലുള്ള സിമിലാരിറ്റീസ്, സാമ്യതകൾ എന്തൊക്കെയാണ്? ബോത്ത് വർക്ക് ആൻഡ് എനർജി ആർ സ്കേലാർ ക്വാണ്ടിറ്റീസ് അല്ലെ? അതിന് ഡയറക്ഷൻ ഇല്ലല്ലോ, ഡയറക്ഷൻ പറയാറില്ലല്ലോ നമ്മൾ. ഡയറക്ഷൻ പറയുന്നതല്ലേ വെക്ടർ ക്വാണ്ടിറ്റി, ഡയറക്ഷൻ പറയാത്തത് സ്കേലാർ. അപ്പൊ ഇവ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. പിന്നെയോ ബോത്ത് വർക്ക് ആൻഡ് എനർജി ഹാവ് ദ സെയിം യൂണിറ്റ്. ഒരേ യൂണിറ്റ്. എന്താണത്? ജൂൾ. ജൂളാണ് ആ യൂണിറ്റ്. പിന്നെ ഫ്രം വേർ ഡു മെയിൻലി ഗെറ്റ് ദ എനർജി നീഡഡ് ഫോർ അവർ വാരിയസ് ആക്ടിവിറ്റീസ്? നമുക്ക് എവിടെ നിന്നാണ് ഈ എനർജി ഒക്കെ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് ഒന്നിക്കിൽ നേരിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ എവിടെ നിന്നാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നാണെന്ന് പറയുന്നത്. കണ്ടോളൂ, കുറച്ച് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒബ്സർവ് ഫിഗർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ ദ എർത്ത് ഈസ് സൺ. നമ്മുടെ ഭൂമിയിലെ മെയിൻ സോഴ്സ് ഓഫ് എനർജി പറഞ്ഞാൽ സണ്ണാണ്. ഇവിടെ കണ്ടോ, നമ്മൾ ഫുഡ് കഴിക്കുന്നല്ലേ, ആ ഫുഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്ലാന്റ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പ്ലാന്റ്സ് എവിടെ നിന്നാണ് എങ്ങനെയാണ് എനർജി നിർമ്മിക്കുന്നത്? സണ്ണിൽ നിന്നുള്ള എനർജിയിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ ഉദാഹരണത്തിന് ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ആൾക്കാർ അവരെന്താണ് പറയുന്നത്? മീറ്റാണ് കഴിക്കുന്നത് ചോദിച്ചു. ആ മീറ്റ് എന്ന് വെച്ചാൽ ആ ജീവികൾ കഴിക്കുന്ന എന്താവാം? പ്ലാന്റ്സ് ആകാം. മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ട് സണ്ണിൽ നിന്നാണ് എനർജി വരുന്നത്. പിന്നെ കടുവ സാധാരണ വെജിറ്റേറിയൻ അല്ലല്ലോ, അവ മീറ്റ് കഴിക്കുന്നു. ആ ജീവികൾ എന്താകുന്നു? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, പിന്നെ കണ്ടോളൂ, ഫ്യൂവൽ ഉണ്ടാക്കുന്ന കൽക്കരി, പെട്രോൾ, ഇവയൊക്കെ യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുന്നേ മണ്ണിലടിഞ്ഞ മൃഗങ്ങളിൽ നിന്നും പിന്നെ പ്ലാന്റ്സിൽ നിന്നുമൊക്കെയാണ് ഉണ്ടാക്കപ്പെടുന്നത് ഈ ഫ്യൂവൽസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇവയ്ക്ക് എനർജി കിട്ടിയത് എവിടെ നിന്നാണ്?
അത് സണ്ണിൽ നിന്നാണ്. ഓക്കെ, ഈ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്നതൊക്കെ, വിമാനം പറത്തുന്നതൊക്കെ ഫ്യുവലിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ആകാം? പവർ സ്റ്റേഷനിൽ നിന്നാവാം. ഉണ്ടോ, വിൻഡ് പവർ സ്റ്റേഷൻ, അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, നമ്മൾ ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു, ഫാനും മറ്റുമൊക്കെ കറക്കുന്നു. അപ്പോൾ സോളാർ എനർജിയും നമ്മൾ എന്താക്കണം, ഇലക്ട്രിക് എനർജി ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അങ്ങനെ നമുക്ക് വൈദ്യുതോപകരണം പ്രവർത്തിക്കാം. പിന്നെയോ ഡീസൽ നിന്നൊക്കെ നമ്മൾ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിലും വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാറുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്ട്ലി സണ്ണിൽ നിന്നാണ് എനർജി വരുന്നത്. ഫാൻ അല്ലെങ്കിൽ ഈ വിൻഡ് പവർ സ്റ്റേഷനിൽ വിൻഡ് മിൽസ് കറങ്ങുന്നത് കാറ്റിന്റെ ശക്തി കൊണ്ടാണ്. ഈ കാറ്റുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സോളാർ എനർജി കാരണമാണ്. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡു പ്ലാന്റ്സ് യൂസ് സോളാർ എനർജി? എങ്ങനെയാണ് പ്ലാന്റ്സ് സോളാർ എനർജി ഉപയോഗിക്കുന്നത്? ബൈ ഫോട്ടോസിന്തസിസ് അല്ലെ. ഫോട്ടോസിന്തസിസ് എന്നൊരു പ്രതിഭാസത്തിലെ കൂടിയാണ്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലെ കൂടിയാണ് പ്ലാന്റ്സ് സോളാർ എനർജി ഉപയോഗിക്കുന്നത്. പ്ലാന്റ്സിൽ ഈ സോളാർ എനർജി കൺവേർട്ട് ചെയ്യപ്പെടും എന്ത് ഫോമിലേക്ക്? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, എന്താണ് കെമിക്കൽ എനർജി ആയിട്ട് പ്ലാന്റ്സിൽ സോളാർ എനർജി കൺവേർട്ട് ചെയ്യപ്പെടും. മനസ്സിലാക്കിയാണ് കേട്ടോ. കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ എനർജി വി ഗെറ്റ് ഫ്രം ഫുഡ് റിലേറ്റഡ് ടു ദ സൺ? അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള എനർജി എങ്ങനെയാണ് സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നത്? വി ഗെറ്റ് ഫുഡ് ഫ്രം പ്ലാന്റ്സ്, പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ ഫുഡ് നമുക്ക് കിട്ടുന്നത്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് പ്ലാന്റ്സിൽ നിന്നാണ് ഫുഡ് കിട്ടുന്നത്. ഈ പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്നത് സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ്. വി ഗെറ്റ് ഫുഡ് ഫ്രം പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് സോളാർ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഹിയർ. താഴെ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലങ്ങളിൽ ഉള്ള ആ ഒരു എനർജി ചേഞ്ചിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈസ് ദ എനർജി പ്രൊഡക്ഷൻ ഇൻ പവർ പ്ലാന്റ്സ് റിലേറ്റഡ് ടു ദ സൺ? അതായത് ഇവിടെ പറഞ്ഞ റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഹിയർ, ഈ ചിത്രത്തിലുള്ള കാര്യമായിരിക്കും പറഞ്ഞത്. എന്തൊക്കെ എനർജി ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദ എനർജി പ്രൊഡക്ഷൻ ഇൻ പവർ പ്ലാന്റ്സ് റിലേറ്റഡ് ടു ദ സൺ? പവർ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന എനർജി പ്രൊഡക്ഷൻ സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഒരു പവർ പ്ലാന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, വിൻഡ് സ്റ്റേഷൻ. പിന്നെയോ സോളാർ പവർ പ്ലാന്റ്. പിന്നെ ഈ ഫോസിൽ ഫ്യൂവലിൽ നിന്നൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പവർ പ്ലാന്റ് പറയാം. അങ്ങനെ ഇത്തരം പവർ പ്ലാന്റ്സിൽ നിന്നുള്ള എനർജി പ്രൊഡക്ഷൻ സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്ത് പറയാം? യെസ്, ദ എനർജി പ്രൊഡക്ഷൻ ഇൻ പവർ പ്ലാന്റ്സ് ഈസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ എനർജി ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ റിലേറ്റഡ് ടു ദ സൺ? അതായത് പെട്രോളിലെയും ഡീസലിലെയും എനർജി എങ്ങനെയാണ് സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നത്? ഫോസിൽ ഫ്യൂവൽസ് വേർ മെയ്ഡ്, ഇവയൊക്കെ ഫോസിൽ ഫ്യൂവൽസ് അല്ലേ, ദേ വേർ മെയ്ഡ് ഫ്രം റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഈ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാക്കപ്പെടുന്നത്. ഈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണ് ഉണ്ടായത്? സണ്ണിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ടാണല്ലേ. ദ എനർജി സ്റ്റോർഡ് ഇൻ ദം, അതായത് ഈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എന്ന് വെച്ചാൽ ഈസ് മെയ്ഡ് ബൈ സൺസ് എനർജി, സൂര്യനിൽ നിന്നുള്ള എനർജിയിൽ നിന്നാണ്. മില്യൺ ഇയേഴ്സ് എഗോ, വളരെയധികം വർഷങ്ങൾക്ക് മുന്നേ ഇവയിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടത് സണ്ണിൽ നിന്നുള്ള എനർജി കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യമാണ് കണ്ടത് അല്ലേ. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇവിടെ എത്തി. ഓക്കെ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വിച്ച് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ വാട്ടർ ഇൻ ദ റിസർവോയർ? ഈ റിസർവോയറിൽ നല്ല ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നു അല്ലെ, നല്ല ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിലുള്ള എനർജി എന്താണ്? പൊസിഷൻ മൂലമുള്ള എനർജി ആണല്ലോ. അപ്പൊ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ഹൗ ഡിഡ് ദ വാട്ടർ ഇൻ ദ റിസർവോയർ ഗെറ്റ് ദിസ് പൊട്ടൻഷ്യൽ എനർജി? ഈ വാട്ടറിന്, റിസർവോയറിലെ വാട്ടറിന് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത്? വാട്ടർ ഫ്രം ദ സീ ഈസ് ഇവാപറേറ്റഡ് ബൈ സൺസ് എനർജി. അതായത് കടലിലുള്ള വെള്ളം
സണ്ണിന്റെ എനർജി കാരണം സൗരോർജ്ജം കാരണം എന്താണ് നീരാവിയായിട്ട് മുകളിലോട്ട് പോയി. ഓക്കെ, ബാഷ്പീകരിച്ച് അല്ലെങ്കിൽ ഇവാപറേറ്റഡ് അല്ലെ, ഇവാപറേറ്റ് ചെയ്ത് പോയി. മഴ പെയ്യുമ്പോൾ എന്തായി, ഈ ഒരു വാട്ടറാണ് മഴയായിട്ട് പെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ മഴയായിട്ട് പെയ്യുന്ന ഈ വെള്ളമാണ് ഡാമുകളിൽ റിസർവോയറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, സൂര്യൻ തന്നെയാണ് ഈ ഒരു എനർജി നൽകിയത്. വാട്ടർ ഫ്രം ദ സീ ഈസ് ഇവാപറേറ്റഡ് ബൈ സൺസ് എനർജി. ദിസ് വാട്ടർ കെയിം ടു റിസർവോയർ ഡ്യൂ ടു റെയിൻ. ഈ വെള്ളം മഴ കാരണം റിസർവോയറിലേക്ക് വന്നു. ഓക്കെ, എ പൈപ്പ് ദാറ്റ് ക്യാരീസ് വാട്ടർ ഡൗൺവേർഡ്സ് ഈസ് കോൾഡ് പെൻസ്റ്റോക്ക്. വിച്ച് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ ഫ്ലോയിങ് വാട്ടർ. അതായത് ഇതിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകുന്ന പൈപ്പിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. കണ്ടു, ചിത്രം കണ്ടു, ഒരു പൈപ്പിലേക്കൂടെ വെള്ളം ഒഴുകുന്നു. ഈ ഒഴുകുന്ന വെള്ളത്തിന് എന്ത് എനർജിയാണ് മെയിൻ ആയിട്ടുള്ളത്? കൈനറ്റിക് എനർജി. മാത്രമല്ല കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും കേട്ടോ. ഓക്കെ, എ ജനറേറ്റർ കൺവേർട്സ് ദിസ് കൈനറ്റിക് എനർജി ഇൻ ടു ഇലക്ട്രിക് എനർജി. അതായത് ഒഴുകുന്ന വെള്ളത്തിന് നമുക്ക് മെയിനായിട്ട് ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ട്, മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, കുറഞ്ഞു വരും അല്ലെ. ഏറ്റവും താഴെ ടച്ച് ചെയ്യുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ആ വാട്ടറിന് കിട്ടി, പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നു. എ ജനറേറ്റർ കൺവേർട്സ് ദിസ് കൈനറ്റിക് എനർജി, വെള്ളത്തിനുള്ള ഈ ഒരു മോഷൻ കാരണമുള്ള എനർജി അതിനെന്താ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് എനർജി, ഇലക്ട്രിക് എനർജി ആയിട്ട് ജനറേറ്റർ മാറ്റുന്നു. റിസർവോയർ സ്റ്റോർസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സോ ഇറ്റ് ക്യാൻ സെർവ് ആസ് എ ഹ്യൂജ് സോഴ്സ് ഓഫ് എനർജി. റിസർവോയറിൽ കുറേ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നു, അതുകൊണ്ട് അതിനെ ഒരു വലിയ എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം വേർ ദ വാട്ടർ ഇൻ ദ റിസർവോയർ അക്വേർഡ് ഇറ്റ്സ് എനർജി. നമുക്കറിയാം എവിടുന്നാണ് വാട്ടർ ഇൻ ദ റിസർവോയർ അതിന് എനർജി കിട്ടുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ കംപ്ലീറ്റ് ദ എനർജി conversion starting from the energy of water in a hydroelectric power plant to the energy obtained when lighting a bulb. അതായത് ബൾബ് പ്രകാശിക്കുമ്പോൾ ആ എനർജി ഒറിജിനലി ആ ഡാമിലുള്ള ആ റിസർവോയറിലുള്ള അവിടുന്ന് ആ ഒരു വെള്ളത്തിൽ നിന്നായിരിക്കും മേക്ക് ചെയ്തത്. ആ ഒരു എനർജി ആയിരിക്കും കേബിളിലേക്ക് കൂടിയൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റെപ്സ് അത് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം വാട്ടർ ഇൻ ദ ഡാം, ആ ഡാമിൽ നിന്ന് തുടങ്ങുന്നു. അവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരുന്നു എനർജി ഉണ്ടായത്. വാട്ടർ ഫ്ലോയിങ് ഡൗൺ, താഴോട്ട് ഒഴുകുന്ന വെള്ളത്തിൽ എന്തൊക്കെയാണ് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് വിച്ച് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ ഫ്ലോയിങ് വാട്ടർ, കൈനറ്റിക് എനർജി ഉണ്ട്, കുറച്ച് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെൻ ദ ടർബൈൻ ഓഫ് ദ ജനറേറ്റർ റൊട്ടേറ്റ്സ്, ഈ ഒരു കൈനറ്റിക് എനർജിയിൽ ഈ കൈനറ്റിക് എനർജി കാരണം ടർബൈൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും അല്ലെ, വെള്ളത്തിന് മുകളിൽ വീഴുമ്പോൾ ആ ഒരു ഈ കറക്കം കാരണം ഉണ്ടാകുന്ന ഈ ഒരു എനർജി എന്താണ്, മെക്കാനിക്കൽ എനർജിയാണ് അല്ലെ. ഓക്കെ, അതിനൊരു മോഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇത്ര എനർജി എന്താണ്, മെക്കാനിക്കൽ എനർജിയാണ്. ഇനി ഈ ജനറേറ്റർ വർക്ക് ചെയ്ത് മെക്കാനിക്കൽ എനർജിനെ എന്താക്കും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഓക്കെ, വൈദ്യോർജ്ജമായിട്ട് മാറ്റുന്നു. ഈ വൈദ്യോർജ്ജം വയറിലേക്ക് കൂടി എന്താകുന്നു, വീട്ടിലേക്കൊക്കെ എത്തിയിട്ട് ലൈറ്റിൽ എത്തുമ്പോൾ, ലൈറ്റ് പ്രകാശിക്കുമ്പോൾ അത് ലൈറ്റ് എനർജി ആയിട്ട് മാറി. ഇതാണ് സ്റ്റെപ്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ, കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ബൾബ്സ് ആർ നോട്ട് ദ ഓൺലി ഡിവൈസസ് യൂസ്ഡ് ഇൻ അവർ ഹൗസസ്. ബൾബ്സ് മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, മറ്റനേകം ഇലക്ട്രിക് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? മോട്ടോർ ഉണ്ട്, പിന്നെ ഹീറ്റർ, വെള്ളമൊക്കെ ചൂടാക്കുന്ന വാട്ടർ ഹീറ്റർ ഉണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഡു ദേ ഓൾ യൂസ് ഇലക്ട്രിക് എനർജി അറ്റ് ദ സെയിം റേറ്റ്? ഒരേ റേറ്റിലാണോ ഇവ ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്നതല്ല. ചിലതിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരും, ചിലതിന് അത്ര ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി പറയാനുള്ള പവർ എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.